ഒരു ഭയം മറ്റൊരു തരത്തിലുള്ള ഭയമാണ്. ഭക്ഷണത്തോടുള്ള ഒരു ഭയം. അത് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ആ ഭയത്തെ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നീട് ആ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും, പേടിയായിരിക്കും. ആ പേടിയോട് ചിലപ്പം കഴിക്കാൻ തന്നെ ഒരവസരം കിട്ടിയാൽ ചിലപ്പം പേടിച്ചുമായിരിക്കും കഴിക്കണം. അപ്പം ഞാൻ അതിനെക്കുറിച്ചല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഭയമാണത്. കാരണം അത് കഴിച്ചിട്ട് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. അത് സാധാരണ ഉള്ളതാണ്. പക്ഷേ എന്തെങ്കിലും അസുഖം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ 3 ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു അസുഖം എന്ന് പറയുന്നത്. ഈ 3 അസുഖം ഇല്ലാത്ത ആളുകൾ കുറവാണ്. പിന്നെ ഒന്ന് തൈറോയിഡിൻ്റെ പ്രശ്നമാണ്. തൈറോയിഡ് എന്ന് പറയുന്നത് ആ ഗ്രന്ഥി, അപ്പോൾ നമുക്ക് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് വരുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളുടെ രീതി ഏതൊക്കെ രീതിയിൽ പോകുന്നു നമ്മൾ ചിന്തിച്ച്, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നവയാണ് അല്ലേ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രവർത്തനം കൂടുന്നതും കുറയുന്നതും പ്രശ്നമാണ് അല്ലേ. അപ്പം അത് വേണ്ട അത്രയും തന്നെ ഹോർമോൺസ് ഇല്ലെങ്കിൽ അതിന് മരുന്ന് കഴിക്കണം, അതിന് കൂടുതലുണ്ടായി അതിലും കഴിക്കണം അല്ലേ. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം തന്നെയാണ്, ഡെയിലി കഴിക്കേണ്ടി വരും മരുന്ന് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല, പ്രഷറുള്ളവർ ഇന്നത് കഴിക്കരുത്, കൊളസ്ട്രോളുകാർ ഇന്നത് കഴിക്കല്, ഷുഗർ ഉള്ളവർ ഇന്ന ആഹാരം കഴിക്കല്. അപ്പോൾ എല്ലാത്തിനും നിയന്ത്രണങ്ങളാണ് അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിനോട് പറഞ്ഞ് കൊടുക്കുകയാണ്, എനിക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, അതൊന്നും നിന്ന് കഴിക്കല്. ഇത് പറഞ്ഞ് മനസ്സത് പഠിച്ചിരിക്കുകയാണ്. പിന്നീട് നമുക്ക് ആഗ്രഹം തോന്നിപ്പോവും. നിങ്ങളുടെ മനസ്സല്ലേ അല്ലേ. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നിപ്പോവും. അപ്പം നമുക്ക് ഒരു സൈഡിൽ ആ ഭക്ഷണത്തിനോടുള്ളൊരു ആഗ്രഹം, മറു സൈഡിൽ ഈ അസുഖത്തോടുള്ള പേടി അല്ലേ. ഇതെല്ലാവരും അലട്ടുന്നതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഭക്ഷണം കണ്ടിട്ട് എനിക്ക് ഇന്ന അസുഖം ഉള്ളതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പാടില്ല എന്നുള്ള വിഷമത്തോടു കൂടി അതിനെ നോക്കണ്ട. കാരണം നമുക്ക് ആഹാരം എന്ന് പറയുന്നത് ഒരമൃതമാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളതിനെ പേടിക്കാതെ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരല്പം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ സമയത്ത് നമ്മൾ പേടിക്കല്ലേ, സന്തോഷത്തോടു കൂടി ആഹാരം സ്വീകരിക്കണം. മനസ്സിൽ കുറച്ച് എനിക്ക് ഇതിഷ്ടമാണ്, അസുഖമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇത്തിരി അത് കഴിക്കാൻ, അതെൻ്റെ ആഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ടൊരല്പം കഴിച്ച് അത് നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും ദോഷമായിട്ട് ബാധിക്കില്ല. പേടിക്കാതെ കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കഴിക്കാവുള്ളൂ. കാരണം നമ്മൾ പേടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹോർമോൺ മാറുകയാണ് അല്ലേ. അയ്യോ, ഇന്ന് ഞാൻ കല്യാണത്തിന് പോയപ്പോൾ അത്രയും പായസം കഴിച്ചു, ഇനി ഷുഗർ കൂടുമോ, ഈ ഒരു ടെൻഷൻ, ഈ ഒരു പേടി, ഈ പേടിയുള്ളവർ കഴിക്കാൻ പോകണ്ട. നേരെ തിരിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഇത്തിരി കഴിക്കാം. മധുരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത്തിരി വെള്ളം കുടിച്ചാൽ ആ മധുരത്തിൻ്റെ കട്ടി കുറയുമെന്നാണ്. പിന്നെ അത്യാവശ്യം വ്യായാമം ചെയ്യുന്നേ. ഷുഗർ ഉണ്ടാകുന്ന എന്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നറിയാമല്ലോ. അപ്പം ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ ഇത് കൊണ്ടാണ്. അതിനെയൊക്കെ വേണ്ട വിധത്തിൽ വർക്ക് ചെയ്യിക്കാത്തതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് അല്ലേ. അപ്പം നമ്മളിത്തിരി വ്യായാമമൊക്കെ ചെയ്യണം. ഈ പ്രായമായില്ലേ, വ്യായാമം ചെയ്യണം. പ്രായം ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ഇരുന്നുകൊണ്ടൊക്കെ കിടന്നുകൊണ്ടൊക്കെ ചെയ്യാവുന്ന വ്യായാമങ്ങളുണ്ട് ഇല്ലേ. വെറുതെ ഇരുന്ന് 2-3 പ്രാവശ്യം കാലാട്ടി ശീലിച്ച് അങ്ങനെ മുകളിലോട്ടും താഴോട്ടും പിന്നീട് അതങ്ങ് ശീലമായി വരും. അതും ഒരു വ്യായാമമാണ്. അതുകൊണ്ട്
പേടിച്ചിട്ട് കഴിക്കാതിരിക്കേണ്ട.